എങ്ങനെയാണ്? അതെ, രാജുവേട്ടന്റെ സ്റ്റൈലിലാണ് എന്ന് ബൈജു ചേട്ടൻ എത്തിയിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്? നമസ്കാരം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എന്റർടൈൻമെന്റ്, ഈ രണ്ട് കമ്പനികളും ചേർന്ന് പിറവി നൽകിയ സിനിമയാണ് ഗുരുവായൂർ അമ്പലനട. ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. 10,000 പേരൊക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഉടനീളം ദിവസവും ഒരു 2,000 പേര്, അതുകൊണ്ട് 30 ദിവസം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഓണ് കൊടുത്തൊരു വഴിയായി. ഇതിൻ്റെ ഷൂട്ടിങ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വരണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ രാവിലെ വരും. ഞാൻ വിളിച്ചു ചോദിക്കും, റെഡിയെടുത്ത് ചോദിക്കും, രാജു വന്നോ? രാജു വന്നു കഴിഞ്ഞാൽ ഞാനവിടെ എത്തിയാൽ മതി. ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഷോട്ട് മാക്സിമം. പക്ഷെ രാവിലെ വരണം, വൈകുന്നേരം 6 മണി വരെ അവിടെ ഇരിക്കണം. ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരവനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിരിക്കും. മാത്രമല്ല എന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചാളായിട്ട്. പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ബൈജുവിൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണെന്ന് പറയും, മോഡൽ സ്കൂളിൽ. അങ്ങനെ എന്നെ വിറ്റ് കുറച്ചാളായിട്ട് മിമിക്രിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ വിപിൻ ദാസിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മുത്തുകവ് എന്ന് പറയുന്ന സിനിമ. അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിൻ്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു പ്രിയദർശനാണ്, വേണമെങ്കിൽ കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ്. വിപിൻ ദാസ് പറയട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയഞ്ചേട്ടനെ പോലെ ഒരു 103 സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തിൽ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഡബ്ബിങ് ആയതുകൊണ്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ 5-നായിരുന്നു. അപ്പോൾ ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച്, ഇതിപ്പോൾ എന്താ ചെയ്ത് കിട്ടേണ്ടതിനേക്കാളും 5 ലക്ഷം രൂപ കൂടുതൽ വന്നിരിക്കും. ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയായി. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എൻ്റെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടന്റിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ ശരിയാണ്, 5 ലക്ഷം രൂപ കൂടുതൽ അയച്ചേട്ടോ. ഞാൻ സത്യത്തിൽ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണത്തിന് രാജു ഗിഫ്റ്റ് തന്നായിരിക്കും. പിന്നെയാണ് അറിഞ്ഞത് ഒരു അബദ്ധമാണെന്ന്. എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പറ്റി. രാജു സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ ഞാൻ അഭിനയിച്ചു. ഇനിയും കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു. ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ്. കാരണം ഈ നേരത്തെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞല്ലേ, ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റാണ് ആള്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്ത് എന്തെങ്കിലും ഒരു നോട്ടമൊക്കെ ഉണ്ട്, ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് സുഖോട്ടന് ഓർമ്മ വരും. സുഖോട്ടൻ്റെ അതേ നോട്ടമാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല, അത് ഒത്തുവരണം. അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത്. ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുരുവായൂർ അമ്പല നടയിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം. വിപിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം. വിപിൻ എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഇതിൽ 3 അച്ഛന്മാരുണ്ട്, ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീഷ് ചേട്ടന്? ഞാൻ പറഞ്ഞു, ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക? അത് രാജുവിൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങനെ വിപിന് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു. അത് 2 കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോൾ, ഈ സക്സസിന്റെ ഭാഗമായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ വളരെ ത്രില്ഡാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ്.
അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിങ്ങൾക്ക് അറിയാം, ചില ദിവസങ്ങളിൽ ഒരു ഷോട്ടേ കാണുള്ളൂ, ചില ദിവസങ്ങളിൽ 2 ഷോട്ടേ കാണുള്ളൂ. അത്രയും സമയവും ബോറടിക്കാതിരിക്കാനുള്ള കാരണം ഈ ബൈജുവിന്റെ പുച്ഛമാണ്. അവസാനം പാട്ട് സീനിൽ വിളിച്ചു. വിപിൻ പറഞ്ഞു 3 നൈറ്റ് ഉറക്കൊഴിയേണ്ടി വരും, ജഗദീഷ് ഏട്ടാ ഒന്ന് സഹകരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ബൈജു എൻ്റെ അടുത്ത് നിങ്ങൾ സമ്മതിച്ചതാ? എന്തിന്? അപ്പൊ ഞാൻ സഹകരിക്കണ്ടേ? ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഒരു രീതി അറിയാമല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ, ആ 3 രാത്രിയും അപ്പൊ എത്ര ഷോർട്സിലുണ്ടെന്നുള്ളതല്ല, ആ സോങ്ങിന്റെ ഭാഗമാകുക. ഇന്നിപ്പോ ഇവിടെ ആദ്യം കാണിച്ചപ്പോ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. പിന്നെ ഇതില് അസോസിയേറ്റ് ചെയ്തതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ മുകേഷ് ആർ മേത്ത എന്ന് പറയുന്നത് ലോങ് ബാക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു പ്രൊഡ്യൂസർ എന്നതിലപ്പുറം ഞാൻ ചെന്നൈ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആതിഥ്യം തന്നിട്ടുള്ള ഒരു എൻ്റെ നല്ല ഫ്രണ്ടാണ്. സാരഥിയെ തിരുവനന്തപുരത്തുകാരൻ സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട്. സുപ്രിയ മേനൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം. അന്ന് തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളിൽ നമ്മുടെ ബ്രില്യൻറ്റ് വൊക്കാബുലറി ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ അതാർക്കളം നിർഗളിക്കുക എന്നൊക്കെ പറയില്ലേ. പക്ഷേ അതിൽ അധികം അഹങ്കരിക്കേണ്ട, അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ്. അങ്ങനെ ഒരാളാണ് ഇവിടെ. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, എൽഡേഴ്സിനെ മാക്സിമം റെസ്പെക്ട് തരും, സ്നേഹം തരും. അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോൾ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന്, അത് പൃഥ്വിരാജിനില്ല. പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. അത് നിലനിർത്തുക നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചെല്ലാം വളരെ യങ്ങായിട്ടുള്ള വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു. പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സ്റ്റേൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അതിപ്പോൾ ജഗദീഷ് ഏട്ടനായാലും ബൈജു ഏട്ടനായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ചേട്ടാ ഇതാണ് സംഭവം, അത് കഴിഞ്ഞിട്ട് ചേട്ടാ സുഖല്ലേ എന്ന് ചോദിക്കുന്ന ആ ലൈൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ വിപിൻ, ബാക്കിയുള്ള ക്യാമറാമാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും. കുഞ്ഞികൃഷ്ണൻ മാഷിന്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി, ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ മാഷ് വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിനിടയിൽ. ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ വിജയമായി തീർന്നതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജും കൂടെ കാണാൻ ഒരു അവസരം കിട്ടി. ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിലൊരു സീൻ വന്നപ്പോൾ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എൻ്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു. അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷം ബൈജു എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്തിനു കരയണത്? ഞാൻ കരുതി നോക്കി, നിങ്ങളെന്തിനു കരയണത്? നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.